എല്ലാവർക്കും നമസ്കാരം. ശ്രുതീസ് ഫാഷനിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് സിമ്പിളായൊരു നെക്ക് ഡിസൈനാണ്. ഇപ്പോൾ ഈ കാണിക്കുന്നതാണ് ഞാൻ ചെയ്യാൻ പോകുന്ന ഡിസൈന്. ഇത് ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഡിസൈനാണ്. അതിനുവേണ്ടി ഞാൻ ആദ്യം നെക്ക് മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് 2 നമ്പറിൽ സെറ്റ് ചെയ്തിട്ട് ഒരു ലൈന് സാറ്റിൻ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് ഞാനൊരു ഈ പിള്ളേർ കളിക്കുന്ന ലൂഡോ കളിക്കുന്ന കോയിൻ വെച്ചിട്ട് ഇങ്ങനെ ഒരു കർവ് ഷേപ്പ് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ ഷേപ്പും ഒരേ അളവിൽ വരും. വലുതും ചെറുതൊന്നും ആവാതെ ഒരേ അളവിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അത് കഴിഞ്ഞ് 2 നമ്പറിൽ വെച്ചിട്ട് ആ കർവ് ഷേപ്പിൻ്റെ മുകളിൽ കൂടെ സ്റ്റിച്ച് അടിക്കുന്നുണ്ട്. ഇത് വളരെ സിമ്പിളായ ഒരു ഡിസൈനാണ്. കസ്റ്റമർ സിമ്പിൾ ഡിസൈൻ മതി എന്ന് പറഞ്ഞിരുന്നു. അതിനുവേണ്ടി സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണിത്. അത് കഴിഞ്ഞ് ഇതുപോലെ 4 ലീഫ് വെച്ചിടുന്നുണ്ട്. സാരി യെല്ലോ കളർ ആയതുകൊണ്ട് യെല്ലോ കളർ സിൽക്ക് ത്രെഡ് ഉപയോഗിച്ചാണ് ഞാൻ ഇപ്പോൾ ലീഫ് സ്റ്റിച്ച് ഇടുന്നത്. ആ കർവ് ഷേപ്പ് ഞാൻ സിൽവർ കളറിലുള്ള ജെറി ത്രെഡ് കൊണ്ടാണ് ചെയ്തത്. സാരിയുടെ ബോർഡർ സിൽവർ കളർ ആയതുകൊണ്ട് സിൽവർ കളർ ജെറി ത്രെഡാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇനി 5ാമത്തെ ഒരു ലീഫും കൂടി ഇടുന്നുണ്ട്. അത് സിൽവർ കളർ ജെറി ത്രെഡും കൊണ്ടാണ് ഇടുന്നത്. അത് കഴിഞ്ഞ് അതിൻ്റെ നടുക്കിൽ കൂടെ ഒരു ലീഫ് ഇടുന്നുണ്ട്. 0 to 5, 5 to 0 അങ്ങനെയാണ് ഇടുന്നത്. 2 അറ്റം ഷാർപ്പായിട്ട് നടുക്ക് കുറച്ച് വീതി കൂടിയിട്ടുള്ള ഒരു ലീഫാണ്. സിൽവർ ജെറി ത്രെഡും കൊണ്ടാണ് അത് ഇടുന്നത്. 0 to 5, 5 to 0 അങ്ങനെയാണ് ഇടേണ്ടത്. അങ്ങനെ ഡിസൈൻ ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവിടെ ആ ട്രയാങ്കിൾ ഷേപ്പിൽ കുറച്ച് ഗ്യാപ്പുള്ള സ്ഥലത്ത് ചെറിയ ചെറിയ ബട്ടൺ സ്റ്റിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവിടേക്ക് ഡിസൈൻ കംപ്ലീറ്റ് ആയി. താങ്ക് യു.